നമസ്കാരം, വൈശാഖാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ പോയി വന്നപ്പോൾ ഒരുപാട് നേരം വൈകി. അതുകൊണ്ട് പിന്നെ വിശേഷമൊന്നും പറയാൻ പറ്റിയില്ല. എന്തായാലും രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് ഹാപ്പി തന്നെയാണ്, പക്ഷെ ഇന്ന് അതിലേറെ ഹാപ്പിയാണ്. വേറൊന്നുമല്ല, ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ ഈ വെറുതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. സത്യത്തിൽ 1000 പേര് കണ്ടു. 1000 പേര് കണ്ടു. 1000 പേര് കാണാന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എന്നെ ഇപ്പം ആരും കാണാറില്ല. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെയാണ് എപ്പോഴും. കാരണം അവസ്ഥ അങ്ങനെയാണ്. അപ്പം എൻ്റെ ഈ തലയും ഇതൊക്കെ കണ്ട, ഇതൊക്കെ കാണിക്കാനും മടിയാണ്. അതുകൊണ്ട് പക്ഷേ രണ്ടും കൽപ്പിച്ചിട്ട് പക്ഷേ 1000 പേര് കണ്ടു. കുറേ നാൾക്ക് ശേഷമാണ് എന്നെ ഒരു 1000 പേര് കാണുന്നത്. അപ്പോൾ ആ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ കേട്ട എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത്. വളരെ സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. അതോടൊപ്പം തന്നെ എന്തൊരു ഡോക്ടറെ കണ്ട കാര്യം, ഡോക്ടറെ പോയി കണ്ടു. ഞാൻ ശക്തനിലുള്ള സൺ മെഡിക്കൽ റിസർച്ച് സെൻ്റർ ഉണ്ട്, അവിടെ ദേവപ്രസാദ് എന്ന് പറഞ്ഞ ദൈവത്തെ പോലെ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ട്രീറ്റ്മെൻറ്റ്. അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പോൾ ഇപ്പം എനിക്ക് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ 7 കീമോ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീമോയിൽ റിസൾട്ട് ഉണ്ട്. കാരണം എൻ്റെ നവംബറിൽ 2ാമത്തെ സർജറി കഴിഞ്ഞിട്ട് എൻ്റെ പിന്നാലെ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു 4-4.5 മാസക്കാലം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പക്ഷെ അതിപ്പോൾ ഈ അടുത്താണ്, 1-1.5 മാസം മുമ്പാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. ഇപ്പോഴാണ് കണ്ണൊന്ന് നിങ്ങളെ കാണാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ അത് ആ കീമോണിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇനി റേഡിയേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കിടക്കാം. അതിലൂടെ ചെയ്ത് നോക്കാം. കാരണം ഇതൊന്നുകൂടി ചെറുതാക്കണം. ഒരു സർജറി ചെയ്യാവുന്ന കണ്ടീഷനിലല്ല ഇപ്പോൾ തലയുടെ അവസ്ഥ. ഹെവി ബ്ലീഡിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകാറായിട്ടില്ല ഇപ്പോഴും. അപ്പോൾ റേഡിയേഷൻ ചെയ്ത് നമുക്ക് നോക്കാം. റേഡിയേഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കിയിട്ട് നടപടി ആവണില്ലെങ്കിൽ നമുക്കെന്തോ ഇതിൽ ആൻജിയോഗ്രാം പോലെ എന്തോ പരിപാടി ചെയ്തിട്ട് ഇതിലേക്ക് വരുന്ന ബ്ലഡിൻ്റെ വെയിൻസ് ബ്ലോക്ക് ചെയ്തിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് മുന്നേ അടുത്തത് റേഡിയേഷനാണ്. എന്നാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ, ജീവിക്കണ്ട നമുക്ക്, ഈ ലോകം മുഴുവൻ കാണണ്ടേ. അപ്പം എന്തായാലും എല്ലാവർക്കും എന്നെ കണ്ട എന്നെ കേട്ട എല്ലാവരോടും ഞാൻ സന്തോഷം പറയണം.